ഹായ് ഫ്രണ്ട്സ്, PSC സക്സസ് ഗൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ 6ാമത്തെ വീഡിയോ ആണിത്. NDPS ആക്ടിൻ്റെ പാർട്ട് 1. NDPS ആക്ട് എന്താണ്? NDPS ആക്ട് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട്. ഇന്ത്യയിൽ മയക്കുമരുന്നുകളുടെ ഉൽപ്പാദനം, ഉപയോഗം, കൈവശം വയ്ക്കൽ, വിൽപ്പന എന്നിവയുടെ നിയന്ത്രണത്തിനായി നിലവിലുള്ള നിയമമാണ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് NDPS ആക്ട് 1985. ഇന്ത്യയിൽ മയക്കുമരുന്നുകളുടെ ഉൽപ്പാദനവും ഉപയോഗം, കൈവശം വയ്ക്കൽ, വിൽപ്പന എന്നിവയുടെ നിയന്ത്രണത്തിനായി നിലവിലുള്ള നിയമമാണ് NDPS ആക്ട് 1985. ഈ നിയമത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ഈ നിയമത്തിൻ്റെ പ്രാധാന്യം മയക്കുമരുന്നിനെ സംബന്ധിക്കുന്ന നിയമങ്ങൾ ഏകീകരിക്കുന്നതിനും ഭേദഗതി ചെയ്യുന്നതിനും വേണ്ടി നിലവിൽ വന്ന നിയമമാണ്. അതായത് ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിൽ മയക്കുമരുന്നിനെ സംബന്ധിക്കുന്ന പല നിയമങ്ങളാണ് നിലനിന്നിരുന്നത്. ഈ നിയമങ്ങളൊക്കെ ഏകീകരിക്കുന്നതിനും ഭേദഗതി ചെയ്യുന്നതിനും വേണ്ടി നിലവിൽ വന്ന ആക്റ്റാണ് NDPS ആക്ട്. മയക്കുമരുന്ന്, മറ്റു ലഹരി പദാർത്ഥങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ നിയന്ത്രണത്തിനും കർശനമായ വ്യവസ്ഥകൾ ഉണ്ടാക്കുന്നതിനും വേണ്ടി നിലവിൽ വന്ന നിയമം. മയക്കുമരുന്ന്, ലഹരി പദാർത്ഥങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ നിയന്ത്രണത്തിനും കർശനമായ വ്യവസ്ഥകൾ ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് ഈ നിയമം നിലവിൽ വന്നത്. മയക്കുമരുന്ന്, മറ്റു ലഹരി പദാർത്ഥങ്ങൾ എന്നിവയുടെ അനധികൃത കടത്തലിന് വേണ്ടി ഉപയോഗിച്ചതോ കടത്തലിൽ നിന്ന് നേടിയതോ ആയ സ്വത്ത് കണ്ടുകെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമമാണ്. അതായത് മയക്കുമരുന്ന്, ലഹരി പദാർത്ഥങ്ങൾ എന്നിവയിലൂടെ സമ്പാദിച്ച സാമ്പത്തിക സ്രോതസ്സുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമമാണ്. മയക്കുമരുന്ന്, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര കൺവെൻഷനുകളുടെ വ്യവസ്ഥകളും അവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നിയമമാണ്. നിയമത്തിൻ്റെ മറ്റൊരു വശം എന്താണെന്ന് വെച്ചാൽ, മയക്കുമരുന്ന്, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര കൺവെൻഷനുകളിലെ വ്യവസ്ഥകളും അവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നടപ്പിലാക്കുന്നതിനും കൂടി വേണ്ടിയുള്ളതാണ് NDPS ആക്ട്. ജൂറിസ്ഡിക്ഷൻ. ഈ നിയമം ഇന്ത്യ മുഴുവൻ ബാധകമാണ്. കൂടാതെ മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്കും ഈ നിയമം ബാധകമാണ്. ഈ നിയമം ഇന്ത്യ മുഴുവൻ ബാധകമാണ്. അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്കും ഈ നിയമങ്ങൾ ബാധകമാണ്. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലും വിമാനങ്ങളിലുമുള്ള എല്ലാ വ്യക്തികൾക്കും, കപ്പലും വിമാനവും ഇന്ത്യക്ക് പുറത്താണെങ്കിലും ഈ നിയമം ബാധകമാണ്. അതായത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകൾക്കും വിമാനത്തിലും ഉള്ള എല്ലാ വ്യക്തികൾക്കും, കപ്പലും വിമാനമൊക്കെ ഇന്ത്യക്ക് പുറത്താണുള്ളതെങ്കിലും ഈ നിയമം ബാധകമാണ്. ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് 1985 നവംബർ 14 ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് 1985 നവംബർ 14 ഓർത്തു വെക്കുക. 1985 നവംബർ 14 ഈ നിയമം പ്രാബല്യത്തിൽ വന്നത്. സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ വിവിധ വ്യവസ്ഥകളും വ്യത്യസ്ത തീയതികളുമാണ് പ്രാബല്യത്തിൽ വന്നത്. സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ വ്യവസ്ഥകൾ വ്യത്യസ്ത തീയതികളിലാണ് പ്രാബല്യത്തിൽ വന്നത്. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് ലോകസഭയിൽ പാസ്സാക്കിയത് 1985 ആഗസ്റ്റ് 23 NDPS ബില്ല് ലോകസഭയിൽ പാസ്സാക്കിയത് 1985 ആഗസ്റ്റ് 23 ബില്ലാണ് അംഗീകരിച്ചത്. ബില്ലിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചത് 1985 സെപ്റ്റംബർ 16 ബില്ല് അംഗീകരിച്ച പ്രസിഡന്റ് ഗ്യാനി സെയിൽ സിംഗ് ആണ്. ആക്ട് നിലവിൽ വന്നത് 1985 നവംബർ 14 ഓർത്തു വെക്കുക. ബില്ല് ലോകസഭയിൽ പാസ്സാക്കിയത് 1985 ആഗസ്റ്റ് 23 ബില്ല് അംഗീകരിച്ചത് 1985 സെപ്റ്റംബർ 16 ബില്ല് അംഗീകരിച്ച പ്രസിഡന്റ് ഗ്യാനി സെയിൽ സിംഗ് ആണ്. ആക്ട് നിലവിൽ വന്നത് 1985 നവംബർ 14 ഡെഫിനിഷൻ. NDPS ആക്ട് പ്രകാരം ചെറിയ അളവ് കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക വിജ്ഞാപനത്തിലൂടെ വ്യക്തമാക്കിയ അളവിനേക്കാൾ കുറഞ്ഞ ഏതൊരളവും ചെറിയ അളവിൽ ഉൾപ്പെടും. NDPS ആക്ട് പ്രകാരം ചെറിയ അളവ് എന്ന് ഉദ്ദേശിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക ഗസ്റ്റ് വിജ്ഞാപനത്തിലൂടെ വ്യക്തമാക്കിയ അളവിനേക്കാൾ കുറഞ്ഞ ഏതൊരളവും ചെറിയ അളവിൽ ഉൾപ്പെടും. വാണിജ്യ അളവ് കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ വ്യക്തമാക്കിയ അളവിനേക്കാൾ കൂടുതലായ ഏതൊരളവും വാണിജ്യ അളവിൽ ഉൾപ്പെടും. ചരസ്
അസംസ്കൃതവും ശുദ്ധീകരിച്ചതുമായ കഞ്ചാവ് ചെടിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന റെസിൻ പശ ആണ് ചരസ്. ഈ റെസിൻ ഹാഷിഷ് ഓയിൽ, ദ്രാവക ആശിഷ് എന്നിങ്ങനെ അറിയപ്പെടും. അസംസ്കൃതവും ശുദ്ധീകരിച്ചതുമായ കഞ്ചാവ് ചെടിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന റെസിൻ, അതിൻ്റെ പശയാണ് ചരസ്. ഈ ചരസ് ആശിഷ് ഓയിൽ അല്ലെങ്കിൽ ദ്രാവക ആശിഷ് എന്ന് അറിയപ്പെടുന്നു. ഗഞ്ച. കഞ്ചാവ് ചെടിയുടെ പൂവ് വിരിയുന്ന മുകളിലത്തെ ഭാഗം, ഇലയും വിത്തും ഒഴികെയുള്ള ഭാഗത്തിനാണ് ഗഞ്ച എന്ന് പറയുന്നത്. കഞ്ചാവ് ചെടിയുടെ പൂവ് വിരിയുന്ന മുകളിലത്തെ ഭാഗം, ഇലയും വിത്തും ഒഴികെയുള്ള ഭാഗത്തിനാണ് ഗഞ്ച എന്ന് പറയുന്നത്. കഞ്ചാവ് ചെടി. കഞ്ചാവ് ചെടി എന്താണ്? കഞ്ചാവ് ഫാമിലിയിൽ വരുന്ന ഏതൊരു ചെടി കഞ്ചാവ് ചെടിയിലാണ് ഉൾപ്പെടുന്നത്. കൊക്കൈൻ. ബെൻസോയ്ക്ക് എക്കോണൈൻ്റെ മീഥൈൽ എസ്റ്ററും അതിൻ്റെ ലവണങ്ങളുമാണ് കൊക്കൈൻ. കൊക്കൈൻ എന്ന് പറയുന്നത് ബെൻസോയിൽ എക്കോണൈൻ്റെ മീഥൈൽ എസ്റ്ററും അതിൻ്റെ ലവണങ്ങളുമാണ് കൊക്കൈൻ എന്നറിയപ്പെടുന്നത്. നാർക്കോട്ടിക് ഡ്രഗ്. കൊക്ക, കഞ്ചാവ്, കറുപ്പ്, പോപ്പി എന്നിവ കൊണ്ട് നിർമ്മിച്ചതുമായ മരുന്നുകളാണ് നാർക്കോട്ടിക് ഡ്രഗ് എന്നറിയപ്പെടുന്നത്. കൊക്ക, കഞ്ചാവ്, കറുപ്പ്, പോപ്പി എന്നിവ കൊണ്ട് നിർമ്മിച്ചതുമായ മരുന്നുകളാണ് നാർക്കോട്ടിക് ഡ്രഗ് എന്ന വിഭാഗത്തിൽ പെടുന്നത്. സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ, മാനസികാവസ്ഥ, ബോധം, ചിന്ത, വികാരങ്ങൾ ബാധിക്കുന്നതും പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതുമായ മരുന്നുകളാണ് സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ. ഉദാഹരണത്തിന് ഹെറോയിൻ, LSD, കൊക്കൈൻ എക്സെട്ര. സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ, മാനസികാവസ്ഥ, ബോധം, ചിന്ത, വികാരങ്ങൾ എന്നിവയെ ബാധിക്കുന്നതും പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതുമായ മരുന്നുകളാണ് സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അപ്പോൾ താങ്ക് യു all of you.